ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ಬ್ಯಾಕ್ ಟು ಕ್ವಿಕ್ ಆ್ಯಂಡ್ ಈಟ್ ಇಂದತ್ತು ರೆಸಿಪಿ ನಾನು ನಿങ്ങളೊಟ್ಟಿಗೆ ಶೇರ್ ಆಗಿರೋ ತಂದೂರಿ ಫಿಶ್ ಫ್ರೈ പിന്നെ തന്തൂരി ഫിഷ് കറി ആയിത്തേക്കറ് ഈ രണ്ട് റെസിപ്പി ടോട്ടലി ഡിഫറെൻറ്റ് ടേസ്റ്റ് ആയിത്തേക്കറ് പിന്നെ ആക്കുകയും അതേപോലെ ഈസി ആയിത്തേക്കറ് ഈ ഫിഷ് കറി ആക്കുമ്പോൾ നാനിഞ്ഞ് രണ്ട് ടൈപ്പിലെ ഫിഷ് എടുത്തോണ്ടേ ഇനി ഈ രണ്ട് ഫിഷിലെ നെയിംസിനൊക്കെ പിടിയില്ല നിങ്ങൾക്ക് പിടിയുണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ആക്കറു ഈ ഫിഷിലെ ഈ സൈഡിൽ മുള്ളിക്കറ് കീഴുടെ ടേൽഡ് സൈഡ് അപ്പ് സൈഡ് തൊട്ടെങ്കിൽ അത് മുള്ളു തറച്ചു പോകും സോ ಜಾಗ್ರತೆ ಹಾಕಿದ್ರೆ ಕಟ್ ಹಾಕೋನು ಈ ಫಿಶ್ ಸ್ಕಿನ್ ಎಡ್ಕೋಗೂ ಮಾಡು ಇಲ್ಲೇನು ಟೈಂಗ್ ನಿಂಗೆ ಬೇಕು ಇನ್ನಿಂಗ್ ಬೆಚ್ಚಿತು ಆದರೆ യൂസ് ആക്കാം സോ രണ്ട് ടൈപ്പിലും ഞാൻ നിങ്ങൾക്ക് കാട്ടുറേ പിന്നെ ഒരു ഫിഷ് ഇതായിത്തേക്കറ് ഈ രണ്ട് ഫിഷിന്റെ നെയിംസിനൊക്കെ പിടിയില്ല നിങ്ങളൊരായത്തിൽ ഈ ഫിഷിന് എന്തൊരു ചൊല്ലാറുണ്ട് പ്ലീസ് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ആക്കറു സോ നെക്സ്റ്റ് ടൈം നമുക്ക് പർച്ചേസ് ആക്കുമ്പോഴത്തേക്ക് ഈസി ആവും സോ ഈ ഫിഷ് കറിക്ക് നിങ്ങൾ അഞ്ചൽ മാഞ്ചി എട്ടി പിന്നെ ഏരി ഇങ്ങനത്തെ ഫിഷസ് എല്ലാം യൂസ് ആക്കാം സോ ഞങ്ങൾ റെസിപ്പിയിൽ ആക്കുക നോക്കുക ನಾನು ಫಿಶಸ್ ಎಲ್ಲ ಕ್ಲೀನಾಕಿ ಬೆಚ್ಚಿ ಬಿಟ್ರೆ ಎಡ್ತಲು രണ്ട് വലിയ സ്പൂണിൻ്റെ അത്ര ഓയിൽ ആഡ് ആക്കറേ ഓയിൽ നല്ല ಬೆಚ್ಚಾയാൽ പിന്നെ കറി ലീവ്സ് 8 ഷലോട്ട് എടുത്തോണ്ടേ ഇനി ഞാൻ കറിക്ക് ഷലോട്ട് പ്രിഫർ ആക്കറേ ഷലോട്ട് ഇട്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിട്ട് ಬಂದು ഇല്ലേൻ ടാങ്ക് ഓണിയനും നിങ്ങൾ യൂസ് ആക്കുക ബട്ട് ഷലോട്ട് നല്ലൊരു ടേസ്റ്റ് ಬಂದು ಅದಕ್ಕೈತೆ ನಾನು ഷലോട്ട് എടുത്തോണ്ടേ പിന്നെ 1.5 മീഡിയം സൈസ് ടൊമാറ്റോടെ റഫ്ലി ചോപ്പ് ആക്കിയിട്ട് ഞാൻ ഇട്ടോണ്ടേ പിന്നെ തെല്ലാം സോൾട്ട് ആഡ് ആക്കിയിട്ട് ഇതിലെല്ലാം നല്ല മിക്സ് ആക്കിയുള്ളൂ നല്ല മിക്സ് ആക്കിയാൽ പിന്നെ ഇതിക്ക് നകത്തെല്ലാം മസാലയും എല്ലാം ആഡ് ആക്കുക എന്തിച്ചെന്നെങ്കിൽ ഓണിയൻ ടൊമാറ്റോ ഒട്ടിಗೆ ഈ മസാലയും റോ സ്മെൽ പോകായിട്ട് ഹാഫ് ടീസ്പൂണിൻ്റെ അത്രയും മഞ്ഞളുടെ പൊടി 1.5 ടീസ്പൂണിൻ്റെ അത്ര മുളകുടെ പൊടി ആഡ് ആക്കിയിട്ട് പിന്നെ 1 ടീസ്പൂണിൻ്റെ അത്ര കൊത്തമ്പരി പൊടി ആഡ് ആക്കിയോണ്ടേ മസാലയെല്ലാം ആഡ് ആക്കിയാൽ പിന്നെ നല്ല മിക്സ് ആക്കണം ഇല്ലെങ്കിൽ മസാല അടിപ്പിച്ച് പോവും അത് കഴിഞ്ഞിട്ട് നല്ല മിക്സ് ആക്കിയാൽ പിന്നെ അതേ മസാലയ്ക്ക് ഞാൻ പാതി ലെമൻ്റെ സൈസിലത്ര പുളിയുടെ ഇട്ടേ പാതി ലെമൺ സൈസിലത്ര പുളി ആഡ് ആക്കിയിട്ട് ഞാൻ നല്ല മിക്സ് ആക്കുന്നു പാടയോർക്ക് തെല്ല് അതിൽ വിത്തില്ലാത്ത പോലത്തെ പുളിയെ നോക്കിയിട്ട് എടുത്തോളൂ അതിൽ പിന്നെ അതിൽ ഒരു പാതി ഗ്ലാസ്സിലേക്കാണ് തെല്ല് കോടി വെച്ച തണ്ണീരെ ആഡ് ആക്കിയോളൂ മസാല കരിയാത്ത പോലെ പിന്നെ ഓണിയൻ ടൊമാറ്റോ എല്ലാം വേഗം സോഫ്റ്റ് ആവുകയിട്ട് ആഡ് ആക്കിയിട്ട് നല്ല മിക്സ് ആക്കിയിട്ട് മുച്ചിട്ട് ഒരു 5 നിമിഷം അതിലെ വേവാട്ടി എടുക്കുന്നു ഒരു 5 നിമിഷം വേവാട്ടിട്ട് എടുത്താൽ പിന്നെ അതൊരു 2 ഇല്ലെങ്കിൽ 3 വെല്ലുള്ളിയെ ആഡ് ആക്കിയോളൂ ഇവിടെ ഓൾമോസ്റ്റ് ഞങ്ങളെ മസാല ഉണ്ടല്ലേ 80% അത്ര കുക്കായിര് അപ്പം ഞങ്ങൾ ഒരു 2 വെല്ലുള്ളിയെ ആഡ് ആക്കിയിട്ട് പാടെ അതിലെ ഒരു 5 നിമിഷം വേവാട്ടോണു ഇപ്പം ഞങ്ങളെ മസാല എല്ലാം പെർഫെക്റ്റ് ആയിട്ട് കുക്കായിര് ഓണിയൻസ് എല്ലാം ഷലോട്ടെല്ലാം നല്ല വെന്തര് ടൊമാറ്റോ എല്ലാം നല്ല സോഫ്റ്റ് ആയിട്ട് കുക്കായിര് ഓയിലെല്ലാം സെപ്പറേറ്റ് ആയിട്ട് കണ്ടുകൊണ്ടു നിങ്ങൾക്ക് മസാല നോക്കുമ്പോഴത്തേക്ക് പിടിയാവും ഇങ്ങനെ ആയിട്ടാകുമ്പോഴത്തേക്കും ഞങ്ങൾ ഇതിലെ എടുത്തിട്ട് മിക്സിയിലെ ജാറ് കിട്ടിട്ട് ഇതിൽ ചപ്പയാവുക വെച്ച് വിടുക നല്ല ചപ്പ ആയാൽ പിന്നെ ഞങ്ങൾ ഇതിലെ ഫൈനായിട്ട് പേസ്റ്റ് ആക്കി എടുക്കുക അത്രത്തോളം ഇതിൽ ഞങ്ങൾ ഇങ്ങനെ മുച്ചിട്ട് ചപ്പയാവുക വെക്കുക പിന്നെ ഒരു പാതി കടി തേങ്ങയുടെ ഞാൻ ഇങ്ങനെ മിക്സിയിലെ ജാറ് കിട്ടിട്ട് അതിൽ പാലെടുത്തിട്ട് സൈഡിൽ വെച്ച് വിടുക അതിൽ പിന്നെ ഒരു 4-5 വെല്ലുള്ളിയെ കുത്തിയിട്ട് ജപ്പിത്തി എടുത്തോണ്ട് ഇത് ഞങ്ങൾ തന്തൂരി ഫിഷ് ഫ്രൈ കഴിട്ട് മസാലയ്ക്ക് ഇടുകയറ്റായിട്ടിക്ക് നല്ല ഫൈൻ പേസ്റ്റ് ആക്കുന്നുണ്ട് എന്തില്ല നല്ല ജപ്പിത്തി എടുത്തേക്ക് മയ്യാവൂ അതിൽ പിന്നെ നാനൂടെ ഒരു 2 ലെമൻ്റെ സ്ക്വീസ് ആക്കിയോണ്ട് ലെമൻ്റെ ജ്യൂസ് എടുത്തോണ്ട് നണ്ടൊട്ടിന്നു ലെമൻ്റെ സൈസ് ഉണ്ടല്ലേ ചെറിയിട്ട് അത് കഴിട്ട് നിങ്ങളൊട്ട വലിയ സൈസിൽ ലെമൺ ഇന്നെങ്കിൽ ഒന്നിട്ടെങ്കിൽ മയ്യാവും ഞാൻ ഇവിടെ 2 ലെമൻ്റെ ജ്യൂസിൽ ആഡ് ആക്കിയോണ്ട് അതിൽ പിന്നെ ഒരു ഹാഫ് ടീസ്പൂണിൻ്റെ അത്ര ജിഞ്ചറിൻ്റെ പേസ്റ്റ് ഞങ്ങൾ ആഡ് ആക്കിയോളൂ അവിടെ ഇതിലെല്ലാം ഒട്ടുകിട്ടിട്ട് തന്തൂരി ഫിഷ് ഫ്രൈ മസാല നിങ്ങളൊട്ട ഹോം മെയ്ഡ് ഇന്നെങ്കിൽ അതിൽ ആഡ് ആക്കറു ഞാൻ ഇവിടെ തിക്ക മസാലത്തേമേ ആഡ് ആക്കിയോണ്ട് ഈ മസാലത്തെ നിങ്ങൾ
ഇത്രേ ಬೇರಿಂಗ್ ರೆಸಿಪಿ ಪ್ರಿಪೇರ್ ಆಕ ತೆಲ್ಲು ಸಾಲ್ಟ್ ಆ್ಯಡ್ ಆಕಿತ್ತು ತಂದೂರಿ ಫಿಶ್ ಫ್ರೈ ಮಸಾಲത്തെ ആഡ് ആക്കിയിട്ട് ടിക്ക മസാലത്തെ ആഡ് ആക്കിയിട്ട് ഫിഷ് ഫ്രൈ എല്ലാം നല്ലാക്കി പരട്ടിയെടുക്കറേ ഞാൻ ചന്തിನಲ್ಲಿ രണ്ട് ടൈപ്പിൽ ഈ ഫിഷ് ഫ്രൈ യൂസ് ആക്കാം സ്കിന്നി എടുത്തിട്ടും വിതൗട്ട് സ്കിന്ന് അങ്ങനെ സ്കിന്ന് വെച്ചിട്ടും സോ ഞാൻ അതേപോലെ നിങ്ങൾക്ക് കാട്ടുകയായിട്ട് ഒന്ന് വിതൗട്ട് സ്കിന്നും പിന്നെ സ്കിന്ന് വെച്ചിട്ട് ഞാൻ പരട്ടിയോണ്ടേ അതേപോലെ നിങ്ങൾക്ക് എങ്ങനെ ലൈക്കുണ്ടോ അങ്ങനെ ആക്കിയിട്ട് നിങ്ങൾ എടുത്തോളൂ ഇതിലെല്ലാം നല്ല പരട്ടി വെച്ചിട്ട് ಇದಕ್ಕೆ ನಾನು ಚಾರ್ಕೋಲ್ಡೆ ಸ್ಮೋಕ್ ಕೊಡ್ಕೊಂಡು ಅದಕ್ಕೈತೆ ನಾನು ಚಾರ್ಕೋಲ್ಡೆ ಫಸ್ಟೇ ಪ್ರಿಪೇರ್ ಹಾಕ್ಕೊಂಡ್ರೆ ಅದ್ರೆ ಒಂದು ಪ್ಲೇಸ್ ಹಾಕಿತ್ತು ನಡುಲು ತೆಲ್ಲ ಪ್ಲೇಸ್ ಹಾಕಿತ್ತು ನಂಗೆ ಆ ಚಾರ್ಕೋಲ್ಡೆ ಎಡತ್ತೆ ನಾನು ಇದ್ರ ನಡುಲು വെച്ചിട്ട് മുച്ചി വയ്ക്കറേ ഇവിടെ മസാല ചപ്പയായിരു ഇതിൽ ഫൈനായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് എടുത്തോണ്ടിട്ട് സെയിം എടുത്ത് ನಾನು ഇട്ടോണ്ടുള്ള ಮಿಕ್ಸಿರೆ ಮಸಾಲೆ ಇಕ್ಕರಲ್ಲಿ ಅದಕ್ಕೆ ತೆಲ್ಲು ಬೆಚ್ಚ ತನಿ ಇಟ್ಟಿತ್ತು നല്ല മിക്സ് ആക്കിയിട്ട് അതേ തണ്ണീര് ഇതിൽ മസാലയ്ക്ക് ഇടണം ചെമ്മ തണ്ണി ഇടുക തീരാ എന്ത് ചെന്നെങ്കിൽ ഞങ്ങൾ കറിയിൽ ചെമ്മ തെൽപ്പാക്കില്ലേ പിന്നെ തേങ്ങയുടെ പാലും വീത്തുകിക്കറ് അത് കഴിഞ്ഞിട്ട് തെല്ല് വെച്ച തന്നിട്ടത് നാനൂടെ മസാലരെ മിക്സ് ആക്കിയോണ്ടേ പിന്നെ പാല് തേങ്ങയുടെ പാല് നാണ് ഫസ്റ്റ് ഞങ്ങൾ മന്ത പാലെടുക്കರಲ್ಲಿ തിക്ക് കോക്കനട്ട് മിൽക്ക് അത് മാത്രം ആഡ് ആക്കിയോണ്ടേ അതിൽ ആഡ് ആക്കിയിട്ട് നല്ല മിക്സ് ആക്കിയിട്ട് ഉപ്പു വേണ്ടിയിട്ട് ಚೆಕ್ ಹಾಕೊಂಡು ನಾವು ഇവിടെ ತೆಲ್ಲು ಸಾಲ್ಟ್ ಆ್ಯಡ್ ಹಾಕ್ಕೊಂಡ್ರೆ നിങ്ങൾക്ക് സോൾട്ട് എത്ര ജറുറത്തുണ്ടോ അത്ര മാത്രം ആഡ് ആക്കിയിട്ട് അതിൽ പിന്നെയും ഞാൻ എല്ലാം ഇട്ടിട്ട് മിക്സ് ആക്കി പിന്നെയും ഞാൻ ഗ്യാസ് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് വേവ് വെച്ചോണ്ടേ പിന്നെ 15 മിനിറ്റ്സ് ഞാൻ ഫിഷ് റെസ്റ്റിಗೆ വെച്ചിരുന്നെ ചാർക്കോൾഡ് സ്മോക്ക് കൊടുത്തിട്ട് അതിൽ ഇപ്പം ഞങ്ങൾ ഫ്രൈ ആക്കിയിട്ട് എടുത്തോളുക തവത്തിൽ രണ്ട് വലിയ സ്പൂണിൻ്റെ അത്ര ഓയിൽ ഇട്ടിട്ട് ബേസ് ഒപ്പരെ ഫൈനായിട്ട് ചോപ്പ് ആക്കിയോണ്ടേ പിന്നെ കറി ലീവ്സും അധികം ആഡ് ആക്കിയോണ്ടേ അതിൽ ഈ ഫിഷ് ഞങ്ങൾ വെച്ചിട്ട് ഫ്രൈ ആക്കി എടുത്തോളൂ രണ്ട് സൈഡും നല്ല ഫ്രൈ ആക്കി എടുത്തോളൂ അത്രത്തോളം ഞങ്ങളെ കറിയുടെ നല്ല ബോയിലായിട്ട് വന്നൊരു അധികം ഫൈൻ ചോപ്പാക്കി വെച്ച് കൊറിയാൻഡർ ലീവ്സ് പിന്നെ തെല്ല് കസ്തൂരി മേത്തിയുടെ തവത്തിൽ വെച്ചാക്കിയിട്ട് കയ്യിലിങ്ങനെ റബ്ബാക്കിയിട്ട് ആഡ് ആക്കണു പിന്നെ കറിവേവരെ അതിന് മേലിക്കിട്ടിട്ട് മുച്ചി വെച്ച് പൊടുന്നു നല്ല പഴച്ചാൽ പിന്നെ ഗ്യാസ് ഫ്ലെയിം ഓഫ് ആക്കണു ഒരു സൈഡ് ഫിഷ് നല്ല ഫ്രൈ ആയാൽ പിന്നെ ഇന്നൊരു സൈഡ് അതിനെ ഫ്ലിപ്പ് ആക്കിയിട്ട് ഇന്നൊരു സൈഡും നല്ല ഫ്രൈ ആക്കി എടുക്കുന്നു ഇതിക്ക് ഓൾറെഡി ഞങ്ങൾ ചാർക്കോൾഡേ സ്മോക്ക് കൊടുത്തറ സോ ഫിഷിൽ അതിൻ്റെതായ ചാർക്കോൾഡേ സ്മെല്ല് നല്ലതായിട്ട് വന്നിട്ട് ഇന്നൊരു സൈഡിൽ ഞാൻ ചാർക്കോൾഡേ ഗ്യാസിന് മേൽ ബേർണാവുക വെച്ചിരെ ഇത് ഡയറക്റ്റ് ആയിട്ട് ഞങ്ങൾ ഫിഷിക്ക് തന്തൂരി സ്മോക്ക് കൊടുക്കുകയായിട്ട് ഞാൻ ഗ്യാസിന് മേൽ ചാർക്കോൾ വെച്ചിട്ട് ചാർക്കോളിൽ വണ്ടോ തീ ഉണ്ടല്ലേ ഫ്ലെയിം ഉണ്ടല്ലേ അതിക്ക് ഈ ഫിഷിനെ കാട്ടുക ഡയറക്റ്റ് നിങ്ങൾ ഗ്യാസിൽ കാട്ടണ്ട അത് ഹെൽത്തിക്ക് നല്ലതായിട്ടില്ലേ സോ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ആക്കിയെങ്കിൽ ഞങ്ങൾക്ക് അത് ഹാർമും ആവില്ലേ സോ ഞാൻ ഇങ്ങനെ ആക്കിയിട്ട് എല്ലാ ഫിഷിക്ക് ചാർക്കോളിൻ്റെ ഒരു തന്തൂരി ಫ್ಲೇವರ್ ಬರೋಗೈತೆ ಅದಕ್ಕೆ ಅವರು ಸ್ಮೋಕ್ ಕೊಡ್ತಿತ್ತು ಆದರೆ ಬರ್ನ್ ಹಾಕಿ ಎಡ್ಕ್ರೆ ತೆಲ್ ಹಾಕಿತ್ತು ನಂಗೆ ಅದಕ್ಕೆ ಆದರೆ ಅವರು ಸ್ಪಾಟ್ ಬರೋಗೈತೆ അങ്ങനെ ആക്കി എടുക്കുന്നു സോ എല്ലാ ഫിഷസ് ഞാൻ പ്രിപ്പയർ ആക്കിയിട്ട് എടുത്തോളുടെ സോ എല്ലാവരും വിചാരിക്കുവാർ ഇത്ര ഡേയ്സ് ഞാൻ വീഡിയോ അപ്ലോഡ് ആക്കാത്ത ഒരു റീസണ് എൻ്റെ മോനിക്ക് എക്സാംസ് ഉണ്ട് സോ ഞാൻ അത് കഴിഞ്ഞിട്ട് ഒരു 5 days ബ്രേക്ക് എടുക്കുവാണ്ട് വിചാരിച്ചിരുന്നെ അതിൽ പിന്നെ എമർജൻസി ആയിട്ട് എൻ്റെ എലോനിಗೂ ജുബൈയിൽ നിന്നാണ് അവൻ്റെ തെല്ല് സിക്കായാണ് സോ അവനിಗೆ ಅಪೆಂಡಿಕ್ಸ್ ഉണ്ട് അവൻ്റെ റിപ്പോർട്ട്സിൽ ಬಂತಿಂತ ಅವನು ಚೆಮ್ಮೆ ഒരു നമ്മളతో ഫേസ് ആക്കിയോണ്ട് ഞാൻ അതിരെ ഇതിലായിട്ട് నాకు വീഡിയോസ് എന്തും അപ്ലോഡ് ಹಾಕೋಗೈತಿಲ್ಲ ಆದರೆ ಇನ್ಶಾಲ್ಲ ನಾನು ನೆಕ್ಸ್ಟ್ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഷെയർ ആക്കുവേ സോ ഫിഷസ് എല്ലാം ഞങ്ങളെ അങ്ങനെ ആക്കിയാൽ പിന്നെ ഞങ്ങൾ ചാർക്കോൾക്ക് കാട്ടിയിട്ട് അത് ഫിഷിലെ പാതി ഫിഷിനെ ഞാൻ കറിക്ക് ആഡ് ആക്കിയോണ്ടേ പിന്നെ ചാർക്കോളിൻ്റെ ഫോയിലിൽ വെച്ചിട്ട് ഞാൻ അതിക്ക് ഒരു കറിക്ക് ഒരു സ്മോക്കി ഫ്ലേവർ കൊടുത്തിട്ട് ഒരു 5 minutes മുച്ചി വെച്ചോണ്ട് അതിൽ പിന്നെ ചാർക്കോളിൻ്റെ ഞാൻ എടുത്തെ അത് നല്ലതായിട്ട് ഒരു സ്മോക്കി ഫ്ലേവർ ಬಂತಿಂತು
ತಂದೂರಿ ಫಿಶ್ ಕರಿ ഞങ്ങളെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ പാതി ഫിഷ് ನಾನು ತಂದೂರಿ ಫಿಶ್ ಪಲಿಮೆ ಹಾಕಿತ್ತು ಫ್ರೈ ಹಾಕಿತ್ತು എടുത്തോണ്ട് ഇവിടെ ಜಟ್ಪಟ್ಟಾಯ್ತು ಈಸಿ ಆಯ್ತು. ഒരു ഡിലീഷ്യസ് തന്തൂരി ഫിഷ് കറി റെഡിയുമായിരു. ഇതിൽ നിങ്ങളെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ലിയും പോലെയല്ല ഇന്നെങ്കിൽ ಅದರೊಟ್ಟಿಗೂ ಸರ್ವ್ ಆಕ. നിങ്ങളെ ലഞ്ചിಗೆ ഡിന്നർಗೆಲ್ಲ നല്ല ആക്കിയിട്ട് പ്രിപ്പയർ ആക്കുക. നിങ്ങൾ അവർക്ക് ആരെങ്കിലും സ്പെഷ്യൽ ഗസ്റ്റ് സീ ഫുഡ് ലവേഴ്സ് ಬಂದೆಂಗ್ ಅಂಕ್ ಇದರೆಲ್ಲ ಹಾಕಿയിട്ട് കൊടുക്കുക. ಅಂക്കൊരു നല്ലതായിട്ട് ട്രീറ്റ് ആക്കാം. സോ ഇനി ഡിലീഷ്യസ് ആയിട്ട് പിന്നെ ಬೇಗನೆ ಆಯ್ತಾವ್ರು ಈ ಫಿಶ್ ಕರಿ. ಇದ್ರೆ ವರ್ಕ നിങ്ങൾ ಟ್ರೈ ಹಾಕೊರು. നിങ്ങൾക്ക് ലൈക്ക് ആയെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സും ഫാമിലിയൊട്ടിಗೂ ಶೇರ್ ಹಾಕೊರು. ನಂದು ಚಾನಲ್ ಪಿಕ್ಕನಿಟಿಗೂ ಚೆಮ್ಮೆ ಸಪೋರ್ಟ್ ಹಾಕೊರು. ಇತರ ಡೇಸ್ ನಂದು വീഡിയോസ് ಎಂದು ഇടുകയായിട്ടില്ല. സോ ഇതിരെ എൻ്റെ ഈ ചാനൽക്ക് നിങ്ങളെല്ലാവരെ ചെമ്മെ സപ്പോർട്ട് വേണം. ചെമ്മെ സപ്പോർട്ട് ಹಾಕೊರು. എത്ര ഷെയർ ಹಾಕೊರು. അതേപോലെ ನಾನು ತಂದೂರಿ ഫിഷ് ഫ്രൈയും ആക്കിയിട്ട് ഒട്ടുಗೆ ಸರ್ವ್ ಹಾಕಿದ್ದೆ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ലൈക്ക് ആയെങ്കിൽ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ಹಾಕೊರು, ഷെയർ ಹಾಕೊರು, കമൻറ്റ് ಹಾಕೊರು. കമൻറ്റ് ಹಾಕೋದು മറക്കണ്ട പ്ലീസ്. പിന്നെ എത്ര സപ്പോർട്ട് ಹಾಕೊರು. താങ്ക് യു ഫോർ വാച്ചിങ്.